ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും കെംഫ്ലെക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ HSST കെമിസ്ട്രി NVT കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള മൊഡ്യൂൾ 2 ഇനോർഗാനിക് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. എനർജി ലെവൽ ഡയഗ്രാംസ് ആയിരുന്നു. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അവിടെ ഐ ബട്ടണിൽ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടാവും കേട്ടോ. ക്ലിയർ കൺസെപ്റ്റ്സ് ആണ്, അപ്പോൾ ഡോണ്ട് മിസ് ദിസ്. അപ്പോൾ എനിവേ നമ്മൾ ഇന്ന് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ്. നമ്മളന്ന് നേരത്തെ പറഞ്ഞിരുന്നു ന്യൂമറിക്കൽസ് ചെയ്യാമെന്ന്. ആ ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ കോറിലേഷൻ ഡയഗ്രാം എന്താണ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയണ്ട, വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പുതുതായിട്ട് നമുക്ക് പുതിയ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൻ്റെ കാര്യം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ്. അതും കൂടെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മൾ ക്രിസ്റ്റഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജീനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അപ്പോൾ ഇവിടെ CFSE ഓഫ് എ D3 octahedral കോംപ്ലക്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഓഫ് എ D3 octahedral കോംപ്ലക്സ്. ഒരു D3 octahedral കോംപ്ലക്സിൻ്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എത്രയാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു D3 എന്ന് പറയുമ്പോൾ അതിനകത്ത് കോംപ്ലക്സ് ഒന്നും തന്നിട്ടില്ല, വെറുതെ D3 എന്നാണ് പറഞ്ഞേക്കുന്നത്. വിച്ച് മീൻസ് അവിടെ നമ്മുടെ D ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് കാണും? 3 ഇലക്ട്രോൺസ് കാണും. ഓക്കെ, ദിസ് ഈസ് ഇലക്ട്രോൺ നമ്പർ 1, 2, 3. ഓക്കെ, 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ സ്പ്ലിറ്റിങ് നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക? നമുക്കറിയാം ഓൾറെഡി നമ്മുടെ ഈ D ഓർബിറ്റൽസ് രണ്ടായിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. T2G ലോവർ എനർജി T2G ഓർബിറ്റൽ, അപ്പർ എനർജി EG ഓർബിറ്റൽ. അപ്പോൾ ഇവിടെ വെറും D3 എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഹൈ സ്പിൻ ഉണ്ട്, ലോ സ്പിൻ ഉണ്ട്, ഒന്നും തന്നിട്ടില്ല. അപ്പോൾ സോ ഓഫീസിൽ ഇത് ഇങ്ങോട്ടായിരിക്കും ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ 3 ഇലക്ട്രോൺസ് എവിടെയായിരിക്കും കാണുന്നത്? T2Gയിലായിരിക്കും കാണുന്നത്. സോ CFSE വിൽ ബി 3 ഇൻറ്റു N ആണ് ഇവിടെ 3 എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 3 ഇൻറ്റു -0.4 ഡെൽറ്റ O ആയിരിക്കും നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. കാരണം ഇവിടെ 0.6 ഇൻറ്റു N ഇൻറ്റു EG, അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല, EGയിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. സോ ദിസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി വിൽ ബി -0.4 ഇൻറ്റു 3 എന്ന് പറയുന്നത് -1.2 ഡെൽറ്റ O ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയായിരിക്കും ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത് കുറച്ചും കൂടി ഒന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹൈ സ്പിൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ D6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിരിക്കുന്നത് D6 ആണ്. നമുക്കിവിടെ കോംപ്ലക്സ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, സിംപ്ലി D6 എന്ന് തന്നിട്ടുണ്ട്. D6 എന്ന് പറയുമ്പോൾ നമ്മുടെ D ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? മൊത്തം 6 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ദിസ് ഇസ് 2, ഇവിടെ നമുക്ക് ഓരോ ഇലക്ട്രോണിനെ വെക്കാം. അപ്പോൾ നമ്മുടെ D6 ഇലക്ട്രോൺസ് ആണ്. ഇവർ നമ്മളിങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കും. ലോവർ T2G ട്രിപ്ലറ്റ് ആണ്, അപ്പർ EG ഡബ്ലറ്റ് ആണ്. സോ ഇവിടെ ഒരു ഇലക്ട്രോണെ വെച്ചു, ഇവിടെ ഒരു ഇലക്ട്രോണെ വെച്ചു, ഇവിടെ ഒരു ഇലക്ട്രോണെ വെച്ചു. ഹൈ സ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈയിലേക്ക് പോകും. സോ ഇവിടെ ഒരു ഇലക്ട്രോൺ വെച്ചു, ഇവിടെ ഒരു ഇലക്ട്രോൺ വെച്ചു. ഇപ്പോൾ നോക്കിക്കേ, 1, 2, 3, 4, 5 ഇലക്ട്രോണായി. അഗെയിൻ ഇവിടെ ഒരു ഇലക്ട്രോൺ കൂടെ വെച്ചു. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? T2G4 EG2 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? T2G4 EG2 കിട്ടി. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 4 ഇൻറ്റു 4 ഇലക്ട്രോൺസ് ഉണ്ട്. എവിടെയാണ്? T2Gയിലാണ്. സോ T2G എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ എത്ര വരും? -0.4 വരും. സോ 4 ഇൻറ്റു -0.4. ഇനി EGയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. കോൺട്രിബ്യൂഷൻ 0.6. അപ്പോൾ 2 ഇൻറ്റു 0.6 പ്ലസ് 2 ഇൻറ്റു 0.6. കണ്ടോ? CFSE വാല്യൂ എന്ത് വരും? 4 ഇൻറ്റു 0.4 എത്രയാണ് വരുന്നത്? 1.6 വരും. 1.6 ഇവിടെ എന്ത് വരും? -1.6ഉം ഇവിടെ എത്ര വരും? 1.2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ -0.4 ഡെൽറ്റ O ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ബേസ് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ചോദ്യം ഓൾറെഡി മനസ്സിലായി കാണും, എങ്കിലും നമുക്ക് ലോ സ്പിൻ കൂടി ഒന്ന് നോക്കാം. ഓക്കെ, CFSE ഓഫ് എ D6 ലോ സ്പിൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. അപ്പോൾ D6 ലോ സ്പിൻ എന്ന് പറയുമ്പോൾ നമുക്ക് D ഓർബിറ്റലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 6 ഇലക്ട്രോൺസ് സ്പ്ലിറ്റ് ചെയ്ത് പോവുക. താഴത്ത് നമുക്ക് ലോവർ T2G ഉണ്ട്. ഇവിടെ നമുക്ക് T2G ലോവർ, EG ഡബ്ലറ്റ് ആണ്, അപ്പർ ആണ്. നമുക്ക് ലോ സ്പിൻ ആണ് തന്നിട്ടുണ്ട്. സോ 1, 2, 3, 4, 5, 6 താഴെ തന്നെ എല്ലാ പെയറിങ് നടന്നു. സോ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ T2G6 EGയുടെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് എന്തുവരും? 6 ഇൻറ്റു -0.4 ആയിരിക്കും വരിക. സോ എത്ര വരും? -2.4 ഡെൽറ്റ O ആയിരിക്കും ഇവിടെ കിട്ടുന്ന ഉത്തരം. ആണോ? ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ? -2.4 ഡെൽറ്റ O. ക്ലിയർ ആണല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. CFSE ഓഫ് എ D5 ഹൈ സ്പിൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. വേഗം പറഞ്ഞേ. D5 എന്ന് പറയുമ്പോൾ എന്ത് വരും?
T2G3, EG2. ഓക്കെ, ഹൈ സ്പിന്നാണ്, മുകളിലേക്ക് പോയി. 3 ഇൻറ്റു T2Gൻ്റെ കോൺട്രിബ്യൂഷൻ -0.4 പ്ലസ് 2 ഇൻറ്റു പ്ലസ് 0.6 അല്ലേ, എത്ര കിട്ടി? 1.2 പ്ലസ് 1.2 എത്ര കിട്ടി? 0 കിട്ടി. അതായത് D5 എന്ന് പറയുന്നത് നമ്മുടെ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ. ആ കേസിൽ നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അഗെയിൻ D4 ടെട്രാഹിഡ്രൽ കോംപ്ലക്സ്. ടെട്രാഹിഡ്രൽ കോംപ്ലക്സ് ശ്രദ്ധിക്കണം, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ T2T2 ആണ്, സോറി E2T2 ആണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻസ് നമുക്കറിയാം. ടെട്രാഹെഡ്രൽ കോംപ്ലക്സസിൽ നമുക്ക് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? CFS ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു -0.6 പ്ലസ് 2 ഇൻറ്റു പ്ലസ് 0.4 ഇൻറ്റു ΔT വരും. വാല്യൂ നമുക്കിങ്ങനെ കിട്ടും. അങ്ങനെ നമുക്കൊരു സമ്മറി ആയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ടാബുലർ കോളം എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഒക്ടാഹിഡ്രലിൻ്റെ ടാബുലർ കോളമാണ്. ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഇവിടെ എഴുതി വെക്കണം, ഹൈ സ്പിൻ. ഒക്ടാഹിഡ്രലാണ്, അതുപോലെ തന്നെ ഹൈ സ്പിൻ കോംപ്ലക്സ് ഒക്ടാഹിഡ്രൽ കോംപ്ലക്സസിൻ്റെ കേസിൽ മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആകുന്നത്. നിങ്ങൾ നേരെ എന്ത് എഴുതണം? D1, D2, D3, D4, D5 ഇവിടെ എഴുതണം. ഓക്കെ, D1, D2, D3, D4, D5. ഓക്കെ, ഇനി D1ൻ്റെ അവിടെ ഈക്വൽ ടു ഇട്ടിട്ട് D1ന് നേരെയുള്ളത് എഴുതുക. D1 എന്താ? -0.4 ΔO. D2 എത്ര? -0.8 ΔO. 4 × 2 8 ആണ്. 4 × 3 എത്ര വരും? -1.2 ΔO. അഗെയിൻ 4 × 4 എത്ര വരും? അവിടെ പെയറിങ് വരുന്നുണ്ട്, -0.6 ΔO. അത് അതേപോലെ തന്നെ പഠിക്കണേ. അഗെയിൻ D6 ആണ് ഇവിടെ വരുന്നത്. സോ ഈക്വൽ ടു ഇവിടെ D6 ഇടുക, ഇവിടെ ഈക്വൽ ടു D7 ഇടുക, ഇവിടെ ഈക്വൽ ടു D8 ഇടുക, ഇവിടെ ഈക്വൽ ടു D9 ഇടുക. ഇനി D5 ഈസ് ഈക്വൽ ടു D10 ഈസ് ഈക്വൽ ടു 0. രണ്ടിൻ്റെയും 0 ΔO ആയിരിക്കും. സോ ഇതാണ് നമുക്ക് ഫൈനലി നമുക്ക് അവിടെ എഴുതി വയ്ക്കാൻ പറ്റുന്ന ഒരു ടാബുലർ കോളം, ഒരു സിംഗിൾ ടാബുലർ കോളം. ഇതാണ് CFSE, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഓഫ് ഒക്ടാഹിഡ്രൽ ഹൈ സ്പിൻ കോംപ്ലക്സ്. D1ൻ്റെ ആണെങ്കിലും D6ൻ്റെ ആണെങ്കിലും -0.4 ΔO ആയിരിക്കും. അതുപോലെ തന്നെ D2ൻ്റെ ആണെങ്കിലും D7ൻ്റെ ആണെങ്കിലും -0.8 ΔO ആണ്. D3യുടെ ആണെങ്കിലും D8ൻ്റെ ആണെങ്കിലും -1.2 ΔO ആണ്. D4ൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ D9ൻ്റെ ആണെങ്കിലും അവിടെ എന്ത് വരും? -0.6 ΔO ആണ്. ഇനി അതുപോലെ തന്നെ D5ൻ്റെയും D10ൻ്റെയും 0 ΔO. അവിടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി 0 ആണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി കിട്ടുന്ന ഒരു ക്യാപ്സ്യൂൾ ബേസ്ഡ് ഓൺ ദി ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഓഫ് ഹൈ സ്പിൻ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ സംഗതി മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നിട്ടുള്ളവരൊന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള കോറിലേഷൻ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് എ കോറിലേഷൻ ഡയഗ്രാം? അപ്പോൾ ഒരു കോറിലേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. നമ്മൾ ഒട്ടനവധി കോറിലേഷൻ ഡയഗ്രാംസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞു അത് സ്പ്ലിറ്റ് ചെയ്ത് ഡി ഓർബിറ്റലായിട്ടും പിന്നെ അതുപോലെ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് T2G ഓർബിറ്റലായിട്ടും EG ഓർബിറ്റലായിട്ടും മാറി. അതും വൺ ടൈപ്പ് ഓഫ് കോറിലേഷൻ ഡയഗ്രാം എന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ അതുപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ്ങിൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പഠിച്ചപ്പം അവിടെ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചു. ദാറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് കോറിലേഷൻ ഡയഗ്രാം. ഇപ്പോൾ കോറിലേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഷോസ് ദി കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താ കണ്ടിന്യൂസ് റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ഫ്രീ മെറ്റൽ അയോൺ ഡി ഓർബിറ്റൽ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റ് ഓർബിറ്റൽ, മോളിക്കുലാർ ഓർബിറ്റൽ ഫോംഡ് ഇൻ മെറ്റൽ ലിഗാൻഡ് ബോണ്ടിങ്. അപ്പം ഇവരൊക്കെ തമ്മിലുള്ളൊരു കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് ആയിരിക്കും കോറിലേഷൻ ഡയഗ്രാം കാണിക്കുന്നത്. ഓക്കെ, സിംപ്ലി എ ഡയഗ്രാം വിച്ച് കോറിലേറ്റ്സ് ബിറ്റ്വീൻ ഫ്രീ മെറ്റൽ അയോൺ ഡി ഓർബിറ്റൽ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റ് ഓർബിറ്റൽ, molecular orbital formed in metal ligand bonding. Okay, it helps in understanding how atomic orbitals of the metal ion transform into molecular orbital as ligand approaches the metal. അതായത് നമ്മളിപ്പോൾ 12th NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് കോർഡിനേഷൻ കെമിസ്ട്രി പഠിക്കാനിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് കുറേയധികം ഡയഗ്രാംസ് കാണും. ആ ഡയഗ്രാമില്ല, ഒന്നാമത്തെ ഡയഗ്രാം ഇതാണ്, നമ്മുടെ സിമ്പിളായിട്ടുള്ള ഫ്രീ മെറ്റൽ അയോൺ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എനർജി ഏകദേശം ഒരു ഇവിടെ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് മാറിയിട്ട് അതിൻ്റെ എനർജി കുറച്ച് കൂടി കാണിക്കും, എനർജി കുറച്ചുകൂടെ കൂടിയ അവസ്ഥ. അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഫെർദർ സ്പ്ലിറ്റിങ് കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫെർദർ സ്പ്ലിറ്റ് ചെയ്ത് T2G EG എന്ന് കാണിക്കുന്നത്. ആദ്യമേ ഒരു ലോവർ എനർജി, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഡി ഓർബിറ്റൽസിന് 5 എണ്ണം കാണിക്കും. അത് കഴിഞ്ഞ്
ലിഗാൻസ് ആ ഡി ഓർബിറ്റൽസ് കുറച്ചൊന്ന് എനർജി കൂടിയ അവസ്ഥയിൽ കാണിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവിടെ സ്പ്ലിറ്റിങ് കാണിക്കുന്നത്. ഇവിടെ എക്സാക്ട്ലി വാട്ട് ഹാപ്പൻസ്, ഇവിടെ അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് ദി മെറ്റൽ അയോണിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസ്, അതായത് നമുക്ക് അറ്റോമിക് ഓർബിറ്റൽസ് SpDF, ഇതാണ് നമ്മുടെ അറ്റോമിക് ഓർബിറ്റൽസ്. ഈ അറ്റോമിക് ഓർബിറ്റൽസ് എങ്ങനെയാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? സിഗ്മ സ്റ്റാർ, പൈ സ്റ്റാർ തുടങ്ങിയതായിട്ട്, പൈ സ്റ്റാർ, പൈ എക്സ്, പൈ 2px, പൈ 2py തുടങ്ങിയ സംഭവങ്ങൾ. അത് നമുക്ക് ഇവിടെ കുറച്ചും കൂടി ടേം സിമ്പിളായിട്ടൊക്കെ വരുമ്പോഴേക്കും നമുക്ക് A1U, T1U, A1G എന്നൊക്കെ മാറും കേട്ടോ. അത് നമുക്ക് പഠിക്കാം. So it helps in understanding how atomic orbitals of the metal ion transform into molecular orbitals as ligands approach the metal. അപ്പം ഈ കോറിലേഷൻ ഡയഗ്രാം എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു understand how atomic orbitals of the metal ion transform into molecular orbitals as the ligand approaches the metal. Clear അല്ലേ? ഇനി purpose of correlation diagram. കോറിലേഷൻ ഡയഗ്രാമിൻ്റെ പർപ്പസ് എന്താണ്? ഇറ്റ് കണക്ട്സ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വിച്ച് വാസ് ഡിസ്കസ്ഡ് ഇൻ ക്ലാസ് 12 കോർഡിനേഷൻ കോംപ്ലക്സ്. അവിടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് അവിടെയാണ്. പിന്നെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 11ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാസ് 11 ചാപ്റ്റർ 4 കെമിക്കൽ ബോണ്ടിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും മോളിക്കുലർ ഓർബിറ്റൽ തിയറിയും തമ്മിലുള്ള കണക്ഷൻ തരുന്നത് ഈ കോറിലേഷൻ ഡയഗ്രാമാണ്. പിന്നെ എക്സ്പ്ലെയിൻ ദി ഒറിജിൻ ഓഫ് CFSE ഇൻ മോളിക്കുലർ ഓർബിറ്റൽ ടേംസ്. മോളിക്കുലർ ഓർബിറ്റൽ ടേംസിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്ന് പറയുന്നത് കോറിലേഷൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ്. Now understand bonding, stability and electronic transition in coordination compound. കോർഡിനേഷൻ കോമ്പൗണ്ടിലുള്ള ബോണ്ടിങ്, സ്റ്റെബിലിറ്റി, പിന്നെ അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻ, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത് കോറിലേഷൻ ഡയഗ്രാം. എങ്ങനെയാണ് ഇവിടെ ട്രാൻസിഷൻസ് നടക്കുന്നത്, ഇലക്ട്രോൺസിൻ്റെ ട്രാൻസിഷൻ എവിടെ നിന്ന് എങ്ങോട്ട് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് കോറിലേഷൻ ഡയഗ്രത്തിൽ നിന്ന്. പിന്നെ ഷോ ഓർബിറ്റൽ എനർജി ചേഞ്ചസ് ഡ്യൂറിങ് കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുമ്പോൾ അവിടെ ഓർബിറ്റൽ എനർജി ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നതെന്നും നമുക്ക് കോറിലേഷൻ ഡയഗ്രത്തിൽ നിന്ന് കിട്ടും. ഓക്കെ, നൗ കോറിലേഷൻ ഡയഗ്രാം ഫോർ ആൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കോറിലേഷൻ ഡയഗ്രാം വരയ്ക്കാൻ നോക്കുകയാണ്. ഓക്കെ, അവിടെ നമുക്ക് ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്യുന്ന മെറ്റൽ ഓർബിറ്റൽസ് എന്ന് പറയുന്നത് 3D 4S 4P. നമുക്കറിയാം, നമ്മൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്ന് പറയുമ്പം നമ്മൾ വെരി ബേസിക് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ 6 എന്ന് പറയുമ്പം അവിടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3d2 ആവാം ഫോർ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആൻഡ് D2sp3 ആവാം ഫോർ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. പഠിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ? അതായത് നമുക്ക് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സും ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സും നമുക്ക് സെയിം കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കും. നമുക്ക് രണ്ട് തരത്തിലുള്ള ഹൈബ്രിഡൈസേഷൻ അവിടെ പോസിബിൾ ആണ്. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സും ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സും. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണെങ്കിൽ ഉള്ളിലുള്ള D ഓർബിറ്റൽ ആയിരിക്കും അവിടെ ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുക. സോ D2sp3. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണെങ്കിൽ പുറത്ത് നിൽക്കുന്ന D ഓർബിറ്റൽ ആയിരിക്കും അവിടെ ഹൈബ്രിഡൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുക. സോ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. ക്ലിയർ? എനിവേ, മെറ്റൽ ഓർബിറ്റൽസ് 3D 4S 4P. ഓക്കെ, ഇനി ലിഗാൻഡ് ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒക്ടാഹെഡ്രൽ എന്ന് പറയുമ്പോൾ ദാണ്ട് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഷേപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം, ഇതെല്ലാം ലിഗാൻഡ് ആണ്. സോ ഇവിടെ എത്ര ലിഗാൻഡ് വരുന്നുണ്ട്? 6 ലിഗാൻഡ് വരുന്നുണ്ട്. സോ 6 ലിഗാൻഡ് ലോൺ പെയർ ഓർബിറ്റൽസ്. ഇനി നമ്മൾ നേരത്തെ ഈ ക്ലാസ് തുടങ്ങിയപ്പം, അതായത് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ ഈ ആക്സിസിൽ കൂടെയാണ് ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത്. ആക്സിസിൽ കൂടെ, അതായത് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ കൂടെയാണ് നമുക്ക് ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെല്ലാം ഹെഡ് ഓൺ കൊളിഷൻ ആയിരിക്കും. ഹെഡ് ടു ഹെഡ് കൊളിഷൻ വഴി ഫോം ചെയ്യുന്ന ബോണ്ടാണ് സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ 4 ക്ലാസ് 11ലാണ്. സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് ഹെഡ് ടു ഹെഡ് കൊളിഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് കൊളിഷൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, SS ഓവർലാപ്പിംഗ്, അല്ലെങ്കിൽ SP ഓവർലാപ്പിംഗ്, അല്ലെങ്കിൽ PP ഓവർലാപ്പിംഗ്, PX ഓവർലാപ്പിംഗ്. ഓക്കെ, SPX ഓവർലാപ്പിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്റ്റ് കൊളിഷൻ വഴിയിട്ടായിരിക്കും നമുക്ക് സിഗ്മ ബോണ്ടിങ് ഫോം ചെയ്യുന്നത്. നമ്മൾ ക്ലാസ് 11 ചാപ്റ്റർ 4 ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലിഗാൻഡ് ഓർബിറ്റൽസ് 6 ലിഗാൻഡ് ലോൺ പെയർ ഓർബിറ്റൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർബിറ്റൽസ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ഇത്രയൊക്കെയാണ്. മെറ്റൽ ഓർബിറ്റൽസും ലിഗാൻഡ് ഓർബിറ്റൽസുമാണ് ഇവിടെ നമുക്ക് കോറിലേഷൻ ഡയഗ്രത്തിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസ്. ഇനി ഇവിടുത്തെ സിമ്മട്രി ക്ലാസിഫിക്കേഷൻ നോക്കാം. മെറ്റൽ ഓർബിറ്റൽ സിമ്മട്രി ലേബൽ. ഓക്കെ, നമുക്ക് ടേം സിമ്പൽ അല്ലെ സിമ്മട്രി ലേബൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. 4S എന്ന് പറയുമ്പോൾ A1G, 4P എന്ന് പറയുമ്പോൾ T1U, DXY, DXZ, DYZ അവർ 3 പേരുണ്ട്. സോ 3 പേർക്ക് T2G.
അവരെല്ലാവരും നമുക്ക് ഓർബിറ്റലിൻ്റെ ഷേപ്പ് വെച്ചിട്ട് അത് ജെറൈഡ് ആണോ അൺജെറൈഡ് ആണോ എന്ന് പറയാം, സിമെട്രി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇവിടെ സിമെട്രി ഉണ്ട്, സോ ഇറ്റ് ഈസ് ജെറൈഡ്. ഇവിടെ ട്രിപ്ലറ്റ് ആണ്, സോ T2G. ഓക്കെ, നമ്മൾ ഓൾറെഡി CFSE പഠിച്ച ആ ഒരു രീതിയിലേക്ക് പോയാൽ മതി. dx² - y² d. അപ്പോൾ dx² - y² dz² EG. ഓക്കെ, EG ഡബിളറ്റ് ആണ്, EG അതും സിമെട്രി ഉണ്ട്. പക്ഷെ നമ്മുടെ പി ഓർബിറ്റലില്ലേ, പി ഓർബിറ്റൽ 3 എണ്ണമാണ്, 3 പി ഓർബിറ്റൽസ് ആണുള്ളത്. 3 പി ഓർബിറ്റൽസും എയ്തർ എക്സ് ആക്സിസിൽ കൂടി ഓറിയൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വൈ ആക്സിസിൽ കൂടി ഓറിയൻറ്റ് ചെയ്യുന്നു, PY. ഇനി PZ ആണെങ്കിൽ DZ ആക്സിസിൽ കൂടി ഓറിയൻറ്റ് ചെയ്യുന്നു. പക്ഷേ ഈവൻ ദോ ഇവിടെ നമുക്കിപ്പോൾ കാണുമ്പോൾ സംഗതി ജെറൈഡ് ആണെന്ന് തോന്നിയാലും ഇത് അൺജെറൈഡ് ആണ്, പി ഓർബിറ്റൽസ് അൺജെറൈഡ് ആണ്. സോ U എന്നാണ് കാണിച്ചിരിക്കുന്നത്, T1U. ഓക്കെ, ഇത് T2G. ഈ ഡി ഓർബിറ്റൽസ് എല്ലാം T2G, പി ഓർബിറ്റൽസ് ആണ് T1U. ഇനി S ഓർബിറ്റൽ എന്ന് പറയുമ്പം എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ട്, സോ A1G. ഓക്കെ, ഇച്ചിരി കഴിയുമ്പോൾ മാറ്റി പറയും കേട്ടോ, അന്നേരം എന്നെ ഒന്ന് പറയരുത്, കുറച്ചുകൂടെ അങ്ങ് പോട്ടെ എന്നിട്ട് പറയാവേ. അപ്പോൾ ഓക്കെ, ഇപ്പം ഈ അറ്റ് പ്രസൻറ്റ് ഇപ്പം നിങ്ങൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. മെറ്റൽ ഓർബിറ്റൽസ് 4s സിമെട്രി ലേബൽ A1G, മെറ്റൽ ഓർബിറ്റൽ 4pക്ക് സിമെട്രി ലേബൽ T1U. പിന്നെ നമ്മുടെ ഡി ഓർബിറ്റൽസ് DXY DXZ DYZ T2G, dx² - y² dz² EG. Ligand group orbitals, അതായത് LGOs formed from 6 sigma donor ligands also have A1G, T1U and EG symmetry. അപ്പോൾ ലിഗാൻഡ്സിനും ഉണ്ട് ഈ പറയുന്ന സിമെട്രി ലേബൽസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നൗ ഓർബിറ്റൽ ഇൻട്രാക്ഷൻ. എങ്ങനെയാണ് ഈ ഓർബിറ്റൽസ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞായിരുന്നു കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ കൂടിയാണ് മെറ്റൽ അയോണിലേക്ക് ഈ പറയുന്ന ഒക്ടാഹിഡ്രൽ ഫീൽഡിൽ നമ്മുടെ ലിഗാൻഡ്സ് ഇവരുടെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ഈ ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് dx² - y² dz² അപ്പർ എനർജി അല്ലെങ്കിൽ ഹയർ എനർജി വന്നതെന്ന് നമ്മളവിടെ പഠിച്ചു. ഓക്കെ, നൗ ഈ എങ്ങനെയാണ് ഈ ഒരു ഓർബിറ്റൽ ഇൻട്രാക്ഷൻ നടക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഓർബിറ്റൽസ് ഓഫ് സെയിം സിമെട്രി, ഒരേ സിമെട്രി ഉള്ളതും കമ്പയറബിൾ എനർജി ഉള്ളവരും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. ഓക്കെ, സെയിം സിമെട്രി ആൻഡ് കമ്പയറബിൾ എനർജി. നൗ ഓർബിറ്റൽസ് ഓഫ് ഡിഫറെൻറ്റ് സിമെട്രി ഡു നോട്ട് ഇൻട്രാക്ട്. ഡിഫറെൻറ്റ് സിമെട്രിയുള്ള ഓർബിറ്റൽസ് ഇൻട്രാക്ട് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് നോക്കിക്കേ, മെറ്റലിൻ്റെ A1Gയും ലിഗാൻഡിൻ്റെ A1Gയും തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കും. മെറ്റലിൻ്റെ T1Uവും ലിഗാൻഡിൻ്റെ T1Uവും തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കും. EGയും തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കും. ഓക്കെ, ലിഗാൻഡിനും ഉണ്ട്. നൗ നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും, കാരണം നമുക്ക് മെറ്റലിൽ DXY DXZ DYZ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഈ T2G ഓർബിറ്റൽസ് നോ സിഗ്മ സിഗ്മ ഓവർലാപ്പിംഗ് അവിടെ ഇല്ല. സിഗ്മ ഓവർലാപ്പിംഗ് ഇല്ലാത്തതിന് കാരണം എന്താ? ഈ DXYയും DXZും DYZും ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്, ആക്സിസിൽ കൂടി അല്ല, ഇൻ ബിറ്റ്വീൻ ദ ആക്സിസിന് ഇടയിൽ കൂടിയാണ് ഓവർലാപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഡയറക്റ്റ് സിഗ്മ ബോണ്ടിങ് ഫോം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സിഗ്മ ഓവർലാപ്പിംഗ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് ആയിട്ട് അവിടെ തന്നെ അങ്ങ് സ്റ്റേ ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? സിഗ്മ സ്റ്റാർ, അതായത് ഒരു ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഒരു ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലും ഉണ്ടാവുന്നുണ്ട് വെൻ ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻഡ്. സോ നമ്പർ ഓഫ് ഇപ്പോൾ 2 ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ ഒരു ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഒരു ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിനെ സിഗ്മ എന്നും ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലിനെ സിഗ്മ സ്റ്റാർ എന്നും വിളിക്കും. സോ ഇവിടെ എന്താണ്? ഇത് നോൺ ബോണ്ടിങ് ഓർബിറ്റൽസ് ആണ്. കാരണം നമുക്കറിയാം ഒക്ടാഹിഡ്രൽ ഫീൽഡിൽ ലിഗാൻസ് അവരുടെ ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ അവരുടെ ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ കൂടിയാണ്. ഓക്കെ, അതായത് എക്സ് ആക്സിസിൽ കൂടിയും വൈ ആക്സിസിൽ കൂടിയും ഇസഡ് ആക്സിസിൽ കൂടിയും. പക്ഷേ നമ്മുടെ T2G, അതായത് DXY DXZ DYZ അവർ ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ് ഓറിയൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഓവർലാപ്പിംഗ് നടക്കുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നൗ മൂവിങ് എനർജി ലെവൽ കോറിലേഷൻ. ആദ്യമേ ഫ്രീ മെറ്റൽ അയോണ്ട് 5D ജനറേറ്റ് ഡി ഓർബിറ്റൽസ്. ഓക്കെ, അത് ക്രിസ്റ്റൽ ഫീൽഡിൽ വഴി സ്പ്ലിറ്റ് ചെയ്യുന്നു. വെൻ ലിഗാൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ ലോവർ T2G ആയിട്ടും ഹയർ EG ആയിട്ടും. വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, നൗ മോളിക്കുലർ ഓർബിറ്റൽ ഫോർമേഷൻ നടക്കുന്നു. മോളിക്കുലർ ഓർബിറ്റലായി ബോണ്ടിങ്, മോളിക്കുലർ ഓർബിറ്റലായി നോൺ ബോണ്ടിങ്, ആൻറ്റി ബോണ്ടിങ്. ഓക്കെ, ബോണ്ടിങ് ഏതൊക്കെയാണ്? മെറ്റൽസിൻ്റെ SPEG വിത്ത് ലിഗാൻസിൻ്റെ സിഗ്മ ഓർബിറ്റൽ. നൗ നോൺ ബോണ്ടിങ് ഏതാ? മെറ്റലിൻ്റെ T2G മെറ്റൽ ഡി ഓർബിറ്റൽസ് ആണ് നോൺ ബോണ്ടിങ് എന്ന് പറയുന്നത്. ആൻറ്റി ബോണ്ടിങ് ഏതാ? ഇവിടെ EG സ്റ്റാർ ഉണ്ടാവുന്നുണ്ട്.
S star, P star അല്ല EG star ഉണ്ടാവുള്ളൂ. The T2G orbitals remain non-bonding, explaining why CFSE arises mainly from their stabilization. Okay. Now correlation diagram just ഒരു representation കാണിക്കും. ഇത് actual അല്ല, just ഒരു representation. It just representing എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസ് തമ്മിൽ എങ്ങനെയാണ് കോറിലേറ്റ് ചെയ്തേക്കുന്നത്. 5D ഓർബിറ്റൽസ് ഉണ്ട്, ജസ്റ്റ് സ്പെറിക്കൽ ഫീൽഡാണ്. ഒക്ടാഹെഡ്രൽ ഫീൽഡ് വരുമ്പോൾ എങ്ങോട്ടും ഈ T2G ആയിട്ടും EG ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് ടെട്രാഹെഡ്രൽ ഫീൽഡ് എന്താവും, അത് T2G എന്നുള്ളത് E ആയിട്ട് മാറും, EG എന്ന് പറയുന്നത് T2 ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ റിലേഷൻ ഇതാണ്, ഡെൽറ്റ O = 9/4 ഡെൽറ്റ T ആണ്. ഓക്കെ, സിംപ്ലി ഞാനൊരു കോറിലേഷൻ ഡയഗ്രാം ഇത് നമുക്ക് ChatGPT ക്രിയേറ്റ് ചെയ്തതാണ്, ഇത് ആക്ച്വൽ അല്ല, ഇത് വരച്ചെടുക്കരുത്. നൗ ഇമ്പോർട്ടൻസ് ഓഫ് കോറിലേഷൻ ഡയഗ്രാം. കോറിലേഷൻ ഡയഗ്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ആവശ്യം വന്നേക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഇറ്റ് പ്രൊവൈഡ്സ് തിയററ്റിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഓഫ് CFSE. CFSEക്ക് ഒരു തിയററ്റിക്കൽ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത് കോറിലേഷൻ ഡയഗ്രമാണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് വൈ T2G ഓർബിറ്റൽസ് ആർ സ്റ്റെബിലൈസ്ഡ്. T2G ഓർബിറ്റൽസ് സ്റ്റെബിലൈസ്ഡ് ആവാൻ കാരണം എന്താ, അവിടെ ഇലക്ട്രോൺസ് വന്നിട്ട് ഇലക്ട്രോൺസിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഫ്രം ലിഗൻഡ് പാർട്ടിൽ നിന്നൊന്നുമില്ല. സോ ദേ ആർ സ്റ്റേബിൾ. ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ CFT ആൻഡ് MOT. CFTയും MOTയും തമ്മിൽ ഉള്ള ആ ഒരു ഗ്യാപ്പ് അവരങ്ങോട്ട് കുറച്ചു. എങ്ങനെയാണ് അവർ കോറിലേറ്റ് ചെയ്തല്ലോ. ഇനി യൂസ്ഫുൾ ഇൻ എക്സ്പ്ലെയിനിങ് കളർ ഓഫ് കോംപ്ലക്സസ്, മാഗ്നറ്റിക് ബിഹേവിയർ, റിലേറ്റീവ് സ്റ്റെബിലിറ്റി. ഇവിടുന്ന് നമ്മൾക്ക് വേണ്ട ആവശ്യങ്ങൾ ഡ്രോ ആൻഡ് ലേബൽ സിമ്മട്രി സിമ്പിൾസ്. സിമ്മട്രി സിമ്പിൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കും കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. മെൻഷൻ ദാറ്റ് ഓൺലി ഓർബിറ്റൽസ് ഓഫ് സെയിം സിമ്മട്രി ഇൻട്രാക്ട്. സെയിം സിമ്മട്രി ഉള്ള ഓർബിറ്റൽസ് മാത്രമേ ഇൻട്രാക്ട് ചെയ്യത്തുള്ളൂ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് T2G ഓർബിറ്റൽസ് ആർ നോൺ ബോണ്ടിങ്. T2G ഓർബിറ്റൽസ് നോൺ ബോണ്ടിങ് ആണ് എന്ന് കിട്ടുന്നത് നമുക്ക് കോറിലേഷൻ ഡയഗ്രത്തിൽ നിന്നാണ്. ഇൻ സിഗ്മ ഓൺലി കോംപ്ലക്സ്. ഓക്കെ, സിഗ്മ കോംപ്ലക്സസിൽ മാത്രം. ഓക്കെ, യൂസ് കോറിലേഷൻ ഡയഗ്രാം ടു ജസ്റ്റിഫൈ CFSE ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോറിലേഷൻ ഡയഗ്രാം യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ലാസ്റ്റത്തെ പോയിന്റില്ലേ, ഹൗ കോറിലേഷൻ ഡയഗ്രാം ജസ്റ്റിഫൈ CFSE എന്നുള്ളത്. അവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ കോറിലേഷൻ ഡയഗ്രാം ഷോസ് ദാറ്റ് ഡ്യൂറിങ് കോംപ്ലക്സ് ഫോർമേഷൻ EG ഓർബിറ്റൽസ്, അതായത് നമ്മുടെ DX² - Y² അതുപോലെ തന്നെ DZ², ദേ വിൽ ഇൻട്രാക്ട് വിത്ത് ദി ലിഗാൻഡ് ഓർബിറ്റൽസ് ആൻഡ് ബിക്കം ആൻറ്റിബോണ്ടിങ്. അവരെന്താവും, അപ്പോൾ നമുക്ക് ബോണ്ടിങ്ങും ഉണ്ടാവുന്നുണ്ട്, ആൻറ്റി ബോണ്ടിങ്ങും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻറ്റി ബോണ്ടിങ് ആയിട്ട് മാറും, അതായത് E*G ആയിട്ട് മാറും. വൈൽ T2G ഓർബിറ്റൽസ് റിമൈൻ നോൺ ബോണ്ടിങ് ആൻഡ് ലോവർ ഇൻ എനർജി. T2G ഓർബിറ്റൽസ് അവിടെ യാതൊരു തരത്തിലുള്ള ഇൻട്രാക്ഷനും പോകുന്നില്ല, അങ്ങനെ നോൺ ബോണ്ടിങ് ആയിട്ട് നിൽക്കുവാണ്. സോ ദ പ്രിഫറൻഷ്യൽ ഫില്ലിംഗ് ഓഫ് T2G ഓർബിറ്റൽസ് ലീഡ്സ് ടു സ്റ്റെബിലൈസേഷൻ നോൺ ആസ് CFSE. അതിനെയാണ് ശരിക്കും നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കോറിലേഷൻ ഡയഗ്രാം CFSE കുറിച്ചിട്ടുള്ളൊരു ഐഡിയ തരുന്നുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്തതായിട്ട് സിലബസിൽ പറഞ്ഞേക്കുന്നത് മെത്തേഡ് ഓഫ് ഡിസെൻഡിങ് സിമ്മട്രിയാണ്. അപ്പം നോക്കാം എന്താണ് ഈ ഡിസെൻഡിങ് സിമ്മട്രി എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ മെത്തേഡ് ഓഫ് ഡിസെൻഡിങ് സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് യൂസ്ഡ് ഇൻ കോർഡിനേഷൻ കെമിസ്ട്രി ടു എക്സ്പ്ലെയിൻ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ്. നമ്മൾ ഓൾറെഡി സ്പ്ലിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെത്തേഡ് ഓഫ് ഡിസെൻഡിങ് സിമ്മട്രി. അതായത് നമുക്കൊരു സിമ്മട്രി ആയിരുന്നു, ഇപ്പം നമുക്ക് ഡി ഓർബിറ്റൽ എന്ന് പറയുന്ന ആ ഒരു 5 D ഓർബിറ്റൽസ് ഉണ്ട്. ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു സംഗതിയിലെ നമ്മൾ EG എന്നും T2G എന്നും പറഞ്ഞ് ഫെർദർ അതിനെ ഡിസെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ലോവറിങ് ദ സിമ്മട്രീനെ ഗ്രാജുവലി ലോവർ ചെയ്യുക അറൗണ്ട് മെറ്റൽ അയോൺ. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് അസ്യൂമിങ് an abrupt crystal field, symmetry is reduced step by step and the corresponding effect on orbital energy is observed. This method provides a clear conceptual link between free metal ion crystal field splitting and correlation diagram. നമ്മുടെ ഫ്രീ അയോൺ ആയിരുന്നു, അതിനെ സ്പെറിക്കൽ ഫീൽഡിൽ കൊണ്ടുവന്നപ്പോൾ അത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആവാൻ ചാൻസ് ഉണ്ട്, ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തു, അപ്പം ഡിസെൻഡിങ് ദി സീരീസ് ആയി. ഓക്കെ, ഡിസെൻഡിങ് ദി എനർജി ആയി. മെത്തേഡ് ഓഫ് ഡിസെൻഡിങ് സിമ്മട്രി. ഓക്കെ, നൗ ബേസിക് ഐഡിയ നോക്കിക്കേ. എ ഫ്രീ മെറ്റൽ അയോൺ ഹാസ് സ്പെറിക്കൽ സിമ്മട്രി. ഒരു ഫ്രീ മെറ്റൽ അയോൺ ഒരു സ്പെറിക്കൽ സിമ്മട്രിയാണ്. ഇതാണ് എക്സാക്ട്ലി നമ്മുടെ ക്ലാസ് 12th NCERT കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 5 പറഞ്ഞേക്കുന്നത്, പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 5 പറഞ്ഞേക്കുന്നത്. വെൻ ലിഗാൻഡ്സ് അപ്രോച്ച് സിമ്മട്രി ഡിക്രീസസ്. ഓക്കെ, ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ സിമ്മട്രി ഡിക്രീസ് ചെയ്യും, വിച്ച് മീൻസ് എനർജി കൂടും. സിമ്മട്രി ഡിക്രീസസ് ഡീജനറേറ്റ് ഓർബിറ്റൽ സ്പ്ലിറ്റ്. സിമ്മട്രി കുറഞ്ഞു, വിച്ച് മീൻസ് എനർജി കൂടി എന്ന് പറയുമ്പോൾ അവിടെ ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യും. ദ ഫൈനൽ സ്പ്ലിറ്റിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ജിയോമെട്രി ഓഫ് ദി കോംപ്ലക്സ്. അപ്പോൾ ടെട്രാഹെഡ്രലാണോ ഒക്ടാഹെഡ്രലാണോ എന്ന് ബേസ് ചെയ്തിട്ടാണ് ഫർദർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ഇനി സ്റ്റെപ്പ് ഇൻ ദ മെത്തേഡ് ഓഫ് ഡിസെൻഡിങ് സിമ്മട്രി. മെത്തേഡ് ഓഫ് ഡിസെൻഡിങ് സിമ്മട്രിയിലെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഫ്രീ അയോൺ.
അവിടെ ഒരു ഫ്രീ മെറ്റൽ അയോണിൻ്റെ സ്പെറിക്കൽ സിമെട്രി ഉണ്ട്, 5 ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഉണ്ട്. ഡീജനറേറ്റ് ഓർബിറ്റൽസ് മീൻസ് അവർക്ക് എല്ലാവർക്കും സെയിം എനർജിയാണ്. Again, spherical ligand field. Ligand in the field. The ligand approach uniformly from all directions. No directional preferences. D orbital remains degenerate, but energy increases equally. Energy increasing. Okay. Purpose of this step: act as reference level for further splitting. Okay. Now moving to step 3, lowering to octahedral symmetry. 6 ligands approach along X, Y, and Z axis. Directional interactions begins, resulting splitting. അപ്പം നമ്മളിങ്ങനെ ഒരു മെറ്റൽ അയോണിന് ചുറ്റും, ഓക്കെ, മെറ്റൽ അയോണിന് ചുറ്റുമുള്ള ആ ഒരു ഏരിയയിൽ ഏത് വഴി വേണമെങ്കിലും നമുക്ക് ഈ ഒരു ലിഗാൻഡിന് അപ്രോച്ച് ചെയ്യാം. അതിനെ നമ്മൾ ഫെർദർ സ്പ്ലിറ്റ് ചെയ്തു ഒക്ടാഹിഡ്രൽ ഫീൽഡ് എന്ന്. അപ്പം നമുക്ക് ഏതൊക്കെ വഴി വന്നു? ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഈ ഒരു ഏരിയയിൽ കൂടെ മാത്രം വരാൻ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഡിസെൻഡ് ചെയ്തു, സിമെട്രീനെ പിന്നെ കുറച്ചു. ടെട്രാഹിഡ്രൽ എന്ന് പറയുമ്പോഴോ ഈ ഏരിയയിൽ കൂടി മാത്രം വരുന്നതാക്കി മാറ്റി. ദിസ് ഈസ് ടെട്രാഹിഡ്രൽ അറേഞ്ച്മെൻറ്റ്, ദിസ് ഈസ് ഒക്ടാഹിഡ്രൽ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, കണ്ടോ, ഇതാണ് ഒക്ടാഹിഡ്രൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ligands approaches along X, Y and Z direction. Directional interaction begins, resulting splitting. Orbital set orbitals energy. ഓക്കെ, 3 ടാബുലർ 3 കോളമാണ്. ഓർബിറ്റൽ T2G ആകുമ്പോൾ സെറ്റ് ഓർബിറ്റൽസ് DXY, DXZ, DYZ അവർക്ക് എനർജി ലോവർ ആയിരിക്കും. എവിടെയാണ്? ഒക്ടാഹിഡ്രൽ ഫീൽഡിൽ. EG ആകുമ്പോൾ DX² - Y² DZ² എനർജി ഹയർ ആണ്. റീസൺ EG ഓർബിറ്റൽസ് പോയിന്റ് ഡയറക്ട്ലി ടുവേർഡ്സ് ലിഗാൻഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രേറ്റർ റിപ്പൽഷൻ. T2G ഓർബിറ്റൽ ലൈ ബിറ്റ്വീൻ ആക്സിസ്, ലെസ് റിപ്പൽഷൻ. പറഞ്ഞതൊക്കെ ഓക്കെ ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്, ഫിഗർ വരച്ച്. Now step 4 നോക്കിക്കേ, ലോവറിംഗ് ടു ടെട്രാഹിഡ്രൽ സിമെട്രി. അപ്പോൾ ഒക്ടാഹിഡ്രൽ സിമെട്രി കഴിഞ്ഞു, ടെട്രാഹിഡ്രൽ സിമെട്രിയിലൊക്കെ ലോവർ ചെയ്യാണ്. 4 ligands approaches ബിറ്റ്വീൻ ദ ആക്സിസ് കൂടി 4 ligand അപ്രോച്ച് ചെയ്യുവാണ്. അപ്പോൾ എന്ത് കിട്ടും? ഈ ഓർബിറ്റലും T2 ഓർബിറ്റലും കിട്ടും. ഇത് ജെറൈഡ് അല്ല, അൺജെറൈഡ് ആണ്, വിച്ച് മീൻസ് ഇവിടെ സിമെട്രി ഇല്ല, ടെട്രാഹിഡ്രലിൻ്റെ സിമെട്രി ഇല്ല. നൗ അവിടെ ബിറ്റ്വീൻ ദി ആക്സിസിൽ കൂടെയാണ് നമ്മുടെ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് DXYക്കും DXZനും DYZനും എനർജി കൂടുതലായിരിക്കും. സോ T2 എവിടെ വരും? മുകളിൽ പോകും. സോ ഇവർക്ക് 3 പേർക്കും ഹയർ എനർജി ആയിരിക്കും. നമ്മുടെ ഡി ഓർബിറ്റലിൻ്റെ DX² - Y² DZ² എലോങ് ദി ആക്സിസിലും കൂടെയാണ് ഓറിയൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ടെട്രാഹിഡ്രൽ ഫീൽഡിൽ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആണ്. സോ ഇവർക്ക് എനർജി കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അവർ ലോവർ എനർജി DZ² DX² - Y². ഇവിടെ നമുക്ക് ഫെർദർ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇക്വേഷനാണിത്. ΔT എന്ന് പറയുന്നത് 4/9 ഓഫ് ΔO. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ ഇൻ ഒക്ടാഹിഡ്രൽ ഫീൽഡാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ 4/9 ആയിരിക്കും ΔT, അതായത് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ ഇൻ ടെട്രാഹിഡ്രൽ. കൂടുതലുള്ളതാരാ? ΔO ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെത്തേഡ് ഓഫ് ഡിസെൻഡിങ് സീരീസിൽ നിന്ന് വരുന്നത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കുവാണെങ്കിൽ, ഇറ്റ് എക്സ്പ്ലെയിൻസ് ഒറിജിൻ ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്, ഇറ്റ് ജസ്റ്റിഫൈസ് റിലേറ്റീവ് എനർജീസ് ഓഫ് ഡി ഓർബിറ്റ്, ഇറ്റ് ഫോംസ് ദി ബേസിസ് ഓഫ് കോറിലേഷൻ ഡയഗ്രാം. കോറിലേഷൻ ഡയഗ്രത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ഡിസെൻഡിങ് സിമെട്രിയാണ്. ഇറ്റ് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡിങ് ദി ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി സിസ്റ്റമാറ്റിക്കലി. ഇനി എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഷോർട്ട് ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, what is method of descending symmetry? It is a method in which d orbital splitting is explained by gradually lowering the symmetry around a metal ion from spherical to specific geometry such as octahedral and tetrahedral. അപ്പം നമുക്ക് ശരിക്കും ഒരു ഫീൽഡ്, മെറ്റൽ അയോണിൻ്റെ ചുറ്റിനുമുള്ള ഫീൽഡിനെ മൊത്തത്തിൽ നമ്മൾക്ക് അതൊരു സിമെട്രി എന്ന് പറയുന്ന ആ ഒരു സിമെട്രീനെ ഡിസെൻഡ് ചെയ്ത് നമ്മളതിനെ ഒക്ടാഹിഡ്രൽ ആക്കിയും പിന്നെ ടെട്രാഹിഡ്രൽ ആക്കിയുമൊക്കെ നമ്മൾ ലോവർ ചെയ്യുവാണ്, ലോവറിങ് ദ സിമെട്രി നടത്തുവാണ്. അതിനെയാണ് മെത്തേഡ് ഓഫ് ഡിസെൻഡിങ് സിമെട്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഈസ് എക്സ്പ്ലെയിൻഡ്. ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഈസ് എക്സ്പ്ലെയിൻഡ് ഗ്രാജുവലി ലോവറിങ് ദി സിമെട്രി അറൗണ്ട് എ മെറ്റൽ അയോൺ ഫ്രം സ്പെറിക്കൽ. കണ്ടോ, സ്പെറിക്കലിൽ നിന്ന് നമ്മൾ ഒക്ടാഹിഡ്രൽ ജോമെട്രിയും ടെട്രാഹിഡ്രൽ ജോമെട്രിയുമായിട്ട് മാറ്റി, ഓക്കെ, ടു സ്പെസിഫിക് ജോമെട്രി ആക്കി മാറ്റി അവിടെ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്നു. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. Now, why is a spherical field considered first? A spherical field raises the energy of all d orbitals equally without splitting and serves as a reference level. അപ്പോൾ ഈ സ്പെറിക്കൽ ഫീൽഡ് ഒരു റെഫറൻസ് ലെവലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബിഫോർ ഡയറക്ഷണൽ ലിഗാൻഡ് ഇൻട്രാക്ഷൻസ് കൺസിഡർഡ്. അപ്പം ഡയറക്ഷണൽ ലിഗാൻഡ് ഇൻട്രാക്ഷൻ എവിടെയാണ് വരുന്നത്? ടെട്രാഹിഡ്രൽ ഫീൽഡിലും ഒക്ടാഹിഡ്രൽ ഫീൽഡിലുമാണ്. നമുക്ക് സ്പെറിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഓൾ ദി 5 ഡി ഓർബിറ്റൽസ് ആർ ഇൻ ഡീജനറേറ്റ് സ്റ്റേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ സ്പെറിക്കൽ ഫീൽഡ്
കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ഹൗ ഡസ് ദിസ് മെത്തേഡ് ഹെൽപ്പ് ഇൻ ഡ്രോയിങ് കോറിലേഷൻ ഡയഗ്രാം? ഇത് കോറിലേഷൻ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു? By lowering symmetry stepwise, this method shows how degenerate orbitals split into set of specific symmetry. These sets correlate smoothly with the molecular orbitals in correlation diagram without orbital crossing. Orbital crossing ഒന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ പറയുന്ന മെത്തേഡ് ഓഫ് സിമെട്രി എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഓഫ് ഡിസെൻഡിങ് സിമെട്രി യൂസ് ചെയ്ത് കോറിലേഷൻ ഡയഗ്രാം വരയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. Now symmetry decreases step by step, degeneracy decreases with symmetry, directional ligand approaches causes splitting, used mainly for theoretical explanation. Symmetry decreases step by step method of descending symmetry. Degeneracy decreases with the symmetry, degeneracy decrease ചെയ്യും. Degeneracy means all the 5 d orbitals having same energy. Directional ligand approach causes splitting. അപ്പോൾ ഈ ഡയറക്ഷണൽ ലിഗാൻഡ് വിച്ച് മീൻസ് ടെട്രാഹെഡ്രൽ ഫീൽഡിലാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്യുക. ടെട്രാഹെഡ്രൽ ഫീൽഡിലാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും അപ്രോച്ച് ചെയ്യുക ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ്. ടെട്രാഹെഡ്രൽ ഫീൽഡിൽ അലോങ് ദി ആക്സിസ്. അപ്പോൾ നമുക്ക് ഡി ഓർബിറ്റൽസ് ആണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്, ഡി എക്സ് വൈയും ഡി എക്സ് സെഡും ഡി വൈ സെഡും. ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആണ് ഓറിയൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറും അലോങ് ദി ആക്സിസിൽ കൂടിയായിരിക്കും ഓറിയൻറ്റ് ചെയ്യുന്നത്. സോ അവിടെ തന്നെ ഒരു വ്യത്യാസം വന്നു. പിന്നെ യൂസ്ഡ് മെയിൻലി ഫോർ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ. അപ്പോൾ മെത്തേഡ് ഓഫ് ഡിസെൻഡിങ് സിമെട്രി എന്ന് പറയുന്നത് തിയററ്റിക്കൽ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ കീ പോയിന്റ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെത്തേഡ് ഓഫ് ഡിസെൻഡിങ് സിമെട്രിയും കോറിലേഷൻ ഡയഗ്രവും മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോറിലേഷൻ ഡയഗ്രം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓർഗൽ ഡയഗ്രം, ടെനബെഗ് സുഗൺ ഡയഗ്രം ഒക്കെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോയിലെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. ലെങ്ത് കൂടിപ്പോകുന്നല്ല, നമുക്ക് ക്ലാസ്സസ് അതനുസരിച്ച് അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എനിവേ ദീസ് ആർ ദ ബേസിക് ക്ലാസ്സസ്. ഓക്കെ, സിംപ്ലി നമുക്കൊന്ന് ബേസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അല്ലാതെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാവും, വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ദീസ് ആർ സിമ്പിൾ മോട്ടിവേഷൻ ഫ്രം മൈ സൈഡ്. ഇത്രയൊക്കെയാണ് നമ്മുടെ സിലബസ്. നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, എനിവേ കട്ടാക്കി മുന്നോട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ.